Now, we are to discuss about the classification of quantitative techniques. നമ്മൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും ഏതൊക്കെ ഏരിയയിലാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ആപ്ലിക്കേഷൻ ലെവലൊക്കെ നമ്മൾ കണ്ടു. ഇനി അത് ഏതൊക്കെ ടൈപ്സ് ആണ് ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 3 ടൈപ്പായിട്ടാണുള്ളത്. ഒന്ന് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആൻഡ് ഫൈനലി ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ്. അതായത് 3 രീതിയിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. അതായത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാമെന്നാണ്. ഫസ്റ്റ് വൺ സെറ്റ് തിയറി. സെറ്റ് തിയറി നമ്മൾക്ക് പഠിക്കാനായിട്ടുണ്ട്. നമുക്കിതിൽ സെറ്റ് തിയറി നമുക്ക് ഓപ്ഷൻസൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് തിയറി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് യൂണിയൻ, ഇൻ്റർസെക്ഷൻ അങ്ങനെയൊക്കെയാണെങ്കിലും മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ആ ഒരു ക്രിട്ടിക്കൽ സൊല്യൂഷൻ സോൾവ് ചെയ്യാനായിട്ടാണ് സെറ്റ് തിയറി യൂസ് ചെയ്യുന്നത്. അടുത്തത് മെട്രിക്സ് അൾജിബ്ര. അത് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് മെട്രിക്സ് അൾജിബ്ര അല്ല, അതൊരു റോ കോളം സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓർഡർലി അറേഞ്ച്മെൻ്റ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്കൊരു ഫൈൻഡിങ് ദ വാല്യൂസ് അൺനോൺ നമ്പേഴ്സ് കണക്റ്റഡ് വിത്ത് എ നമ്പർ ഓഫ് ദ സിമുലേറ്റീവ് ഇക്വേഷൻസ്. നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ, എല്ലാ കാര്യങ്ങളും ഇതിലുള്ള എല്ലാ മെത്തേഡുകളും അപ്ലൈ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷനോ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡിറ്റർമൈൻസ്, ഡിഫറൻഷ്യൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പ്രോബബിലിറ്റി, അതും നിങ്ങൾ ഈ ഇതിൽ പഠിക്കുന്നുണ്ട്. പ്രോബബിലിറ്റി മീൻസ് നമുക്ക് ഏതിനാണ് ചാൻസ് കൂടുതൽ, സക്സസ് ആണോ, അപ്പോൾ ഒരു ഇവൻറ്റ് നടക്കുക പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാനാണ് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മാത്തമാറ്റിക്കലായിട്ടുള്ള ടെക്നിക്സ്. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് കളക്റ്റിംഗ് ഡാറ്റ. മെത്തേഡ്സ് ഓഫ് കളക്റ്റിംഗ് ഡാറ്റ നമുക്ക് അറിയാം. ഡിഫറെൻറ്റ് ടൈപ്സ്, സെക്കൻഡറി ഉണ്ട്, പ്രൈമറി ഡാറ്റയുണ്ട്. അത് നമ്മൾ ടേബിൾ വൈസ് സോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സ് കൂടുതലായിട്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് പ്രൈസ് അല്ല, ഒരു ടൈമിൽ തന്നെ നമുക്ക് മണിയുടെ കേസിൽ പറയുകയാണെങ്കിൽ എന്താണ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോറിലേഷൻ, റിഗ്രഷൻ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കോറിലേഷൻ റിഗ്രഷനും ഒന്നോ രണ്ടോ വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അത് സ്റ്റഡി ചെയ്യാനാണ് കോറിലേഷൻ റിഗ്രഷൻ. ടൈം സീരീസ് അനാലിസിസ്, അതും ഇൻഡെക്സ് നമ്പറായിട്ട് ചെറിയ റിലേഷൻ ഉണ്ട്. നമുക്കറിയാം ടൈം സീരീസ് അനാലിസിസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ടൈം സീരീസ് അനാലിസിസ് ആണുള്ളത്. ഒന്ന് ട്രെൻഡ് ഉണ്ട്, സീസണൽ വേരിയേഷൻസ്, സൈക്ലിക്കൽ വേരിയേഷൻസ്, ഇർറെഗുലർ വേരിയേഷൻസ്, അങ്ങനെ പല ടൈപ്പ് ടൈം സീരീസ് വരുന്നുണ്ട്. അതിൽ ഓരോ രീതിയിൽ അല്ലെങ്കിൽ ഓരോ ടൈപ്പിലും എത്രത്തോളം ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും വേരിയബിൾസ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ടൈം സീരീസ് അനാലിസിസ്. ദെൻ അനാലിസിസ് ഓഫ് വാരിയൻസ് മീൻസ്, അത് നമ്മൾ ഈ സെമ്മിൽ പഠിക്കുന്നുണ്ട്. അനാലിസിസ് ഓഫ് വാരിയൻസ് മീൻസ് നമുക്ക് ചേഞ്ചസ് ഉണ്ടായിരിക്കാം, വാരിയൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ റേഷ്യോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, അതായത് നമുക്ക് ക്വാളിറ്റി മെഷർ ചെയ്യണം. അത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഫീൽഡിലാണ് കൂടുതലായിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ അപ്ലൈ ചെയ്യുന്നത്, SQL. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ്, ഹൈപ്പോത്തിസിസ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ വരുന്നത്. അടുത്തത് ഓപ്പറേഷൻ റിസർച്ച്. ഓക്കെ, ഇത് കുറച്ചും കൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. MCOM ലെവലിലേക്കാണ്, MCOM MBA വരുമ്പോഴാണ് ഈ ഓപ്പറേഷൻ റിസർച്ചുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ്, അത് നമുക്ക് ഈ പ്രാവശ്യം ഉണ്ട് പഠിക്കാനായിട്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് മീൻസ് നമുക്ക് ഇക്വേഷൻസിന് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സൊല്യൂഷൻ ഒരു ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്. നമ്മുടെ സൊല്യൂഷൻ എന്താണ്, കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും, അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു സൊല്യൂഷൻ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പ്ലാനിങ്ങിൽ പഠിക്കുന്നില്ലേ, നമ്മൾ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഡിസിഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ സിമുലേഷൻ. സിമുലേഷൻ മീൻസ് നമുക്ക് റിയാലിറ്റിയുടെ ബേസിസിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് ഇന്നതാണ് ആ രീതിയിലേക്കുള്ള, അപ്പോൾ ഒരു റിയാലിറ്റിയെ നമ്മൾ മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ സൊല്യൂഷൻ കൊണ്ടുവരും. അതാണ് സിമുലേഷൻ മെത്തേഡ്. ദെൻ ക്യൂയിങ് തിയറി.
ക്യൂയിങ് തിയറി നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ് കൂടുതൽ വരുന്നത്. അതായത് നമുക്കിപ്പോൾ മിനിമം കോസ്റ്റിൽ എത്രത്തോളം റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ അതിൻ്റെ സെല്ലിങ് എങ്ങനെയാണ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് ക്യൂയിങ് തിയറി വരുന്നത്. അതുപോലെ തന്നെ ഇൻവെൻട്രി പ്ലാനിങ്ങും, അതായത് ഇൻവെൻട്രി തിയറിയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ എത്രത്തോളം ഇറ്റ് ഡിസൈഡ് അബൌട്ട് ദ ഇൻവെൻട്രി ലെവൽ. ഓക്കെ, ഇൻവെൻട്രി ലെവൽ എത്രത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നുണ്ടാവും. പല ലെവൽസ്, സ്റ്റോക്ക് ലെവൽസ് നിങ്ങൾ പഠിക്കും. മിനിമം ലെവല്, മാക്സിമം ലെവല്, ഒപ്റ്റിമം ലെവല്. അപ്പോൾ അതൊക്കെയാണ് ഇൻവെൻട്രി പ്ലാനിങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് നെറ്റ്വർക്ക് അനാലിസിസ്. ഇറ്റ്സ് ഇൻക്ലൂഡ് PERT ആൻഡ് CPM. ഈ 2 മെത്തേഡുകളാണ് നെറ്റ്വർക്ക് അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. ഈ നെറ്റ്വർക്ക് അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ആക്ടിവിറ്റി അക്കംപ്ലിഷ് ചെയ്യാൻ നമുക്ക് എടുക്കുന്ന ടൈം, ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് നെറ്റ്വർക്ക് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇതാണ് 3 ടൈപ്പ് ടെക്നിക്സുകൾ നമ്മൾ പഠിച്ചത്. ഒന്ന് ഏതായിരുന്നു? മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, ദെൻ ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സ്. ആൻഡ് ഫൈനലി യൂസസ് ആൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ്സിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അത് തന്നെയാണ് നമുക്കിവിടെ യൂസസ് ആയിട്ട് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യണം, അതിൻ്റെ ഓർഡറിങ് ലെവല്, അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PERT ആൻഡ് CPM, നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ടിവിറ്റി അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട്, അതിലെ ആക്ച്വൽ ടൈം എത്രയാണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് വേ, ഇതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് PERT ആൻഡ് CPM യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് തിയറി കൂടുതലായിട്ട് മാനേജ്മെൻറ്റ് ലെവലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും മിസ്മാച്ച് വരികയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു പ്രോസസ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇനി ഈവൻ മാനേജ്മെൻറ്റ് ലൈക്ക് റിക്രൂട്ട്മെൻറ്റിൽ, പേഴ്സണൽ മാനേജ്മെൻറ്റിൽ അവരും അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ എംപ്ലോയീസിനെ റിമൂവ് ചെയ്യണം, അവരെ റീപ്ലേസ് ചെയ്യണം, റിസൈൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ് നമുക്ക് പല റിസോഴ്സുകളുണ്ട് അല്ല, അതെല്ലാം എന്താണ്? സ്കേഴ്സാണ്, അല്ലെങ്കിൽ നമുക്ക് സ്കേഴ്സ് റിസോഴ്സായിട്ട് നമ്മൾ പറയാം അല്ലേ. നമുക്കെല്ലാം കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ അല്ല, എല്ലാം സ്കേഴ്സ് റിസോഴ്സാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ അത് ഒപ്റ്റിമൽ അലോക്കേഷൻ എങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ഓരോ റിസോഴ്സ് എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, അതിൻ്റെ ഓരോ നമുക്ക് ലിമിറ്റഡ് കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഒപ്റ്റിമൽ ലെവലായിട്ട് അത് അതിൻ്റെ പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ അതിൻ്റെ ഷെഡ്യൂളിങ്, അതൊക്കെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് വരുന്നത്. ദെൻ സിമുലേഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ, അതായത് നമ്മളൊരു റിയാലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്കതിൽ വരുന്ന റിസൾട്ട്, അല്ലെങ്കിൽ നമുക്ക് പോസിബിളായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അതിലേതാണ് ബെസ്റ്റ് ഡിസിഷൻസ് അത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അണ്ടർ ദ കണ്ടീഷൻസ് ഓഫ് ദ അൺസർട്ടണിറ്റി ആൻഡ് റിസ്ക്. ആൻഡ് ഫൈനലി ദ ക്യൂയിങ് തിയറി മീൻസ് നമുക്ക് കസ്റ്റമേഴ്സ്, അതായത് ഇപ്പോൾ ഓർഡർ അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് ഓർഡറിങ്ങിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അതാണ് ക്യൂയിങ് തിയറി. ആ ടേമിലുള്ള പോലെ തന്നെ ക്യൂയിങ് ആയിട്ടാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ഫൈനലി ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള യൂസസ്, അതായത് ഓരോ മെത്തേഡുകളും പല രീതിയിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബിസിനസ് ഫീൽഡിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രികളിലൊക്കെ ഇവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നിങ്ങളിപ്പോൾ, ഇതൊരു ഇൻട്രൊഡക്ഷൻ പോർഷനാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ 1 by 1 ഓരോ മെത്തേഡുകളും നിങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ഓരോ ടെക്നിക്സും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഉള്ളത്. അത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് അത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിസർച്ച് ലെവൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കത് ക്ലിയർ ആവും. ആൻഡ് ഫൈനലി ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇപ്പം നമുക്ക് കണ്ടു ഇഷ്ടംപോലെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, അതായത് അത്രത്തോളം നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. കാരണം പല രീതിയിൽ ആപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്, ഡേ ടു ഡേയിൽ എല്ലാ കാര്യങ്ങളിലും ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താണ് ലിമിറ്റേഷൻസ് ആണുള്ളത്. ഒന്ന് എന്താണ്, നമുക്ക് അറിയില്ല അല്ല, ഒരു സാധാരണ വ്യക്തിക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് അറിയില്ല. അത് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആ ഓരോ മെത്തേഡുകളും അല്ലെങ്കിൽ ഓരോ ടെക്നിക്സും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ബിക്കോസ് ഇറ്റ്സ് ഇൻവോൾവ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്, ഇക്വേഷൻസ് ആൻഡ് മോഡൽ. അത് എങ്ങനെ സോൾവ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് വളരെ എക്സ്പെൻസീവാണ്. ആൻഡ് ദേ ഡു നോട്ട് ടേക്ക് ദ കൺസിഡറേഷൻ ലൈക്ക് ഇൻടാഞ്ചിബിൾ ഫാക്ട്സ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, വൈഗർ. ഇതൊന്നും എന്താണ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യം പോലും. കാരണം ആ ഒരു ടേമിൽ തന്നെയുണ്ട് എന്ത്, ക്വാണ്ടിറ്റേറ്റീവ്, നോട്ട് കൺസിഡർ ദ ക്വാളിറ്റേറ്റീവ് മാറ്റേഴ്സ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരത് കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേ ആർ ഓൺലി ദ ടൂൾസ് ഫോർ ദ അനാലിസിസ്, നോട്ട് എ കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. അതായത് നമുക്കിതിനെ അനാലിസിസിനായിട്ട് യൂസ് ചെയ്യാം, ബട്ട് ഒരു ഫൈനൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ കൺസിഡർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇതിലൊരു ക്വസ്റ്റ്യൻ പോലും വിട്ടുപോവാറില്ല. കാരണം ഒന്നെങ്കിൽ ലോങ് എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസറൊക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഡെഫിനിഷൻ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ആൻഡ് യൂസസ്, ഒപ്പം തന്നെ അതിൻ്റെ സ്കോപ്പ്, ടെക്നിക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസർച്ച്, ഏതോ ഓപ്പറേഷൻ റിസർച്ച് മെത്തേഡ്സ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, മാത്തമാറ്റിക് ടെക്നിക്സ്, ഇതും ചോദിക്കാറുള്ളതാണ് ലോങ് എസ്സേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് പഠിക്കുക. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ അത് വായിച്ചു നോക്കുക, പഠിക്കുകയും ചെയ്യാം. ഓക്കെ.